പൊതുവെ ഈ വട്ടത്തെ ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വിശ്വാസമില്ല. അല്ലെങ്കിൽ ഒരു റിലേഷൻ ട്രൂ ആയിട്ട് കൊണ്ടുപോവാ ഒരു ട്രസ്റ്റ് ഇല്ല ആർക്കും. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ ചതിക്കോ, ആളിനെ ചതിക്കോ, ഈ ആളിനെ ചതിക്കോ, ആ ഒരു തോട്ടാണ് അതുകൊണ്ട് ട്രൂ ആയിട്ടുള്ള നിൽക്കുമ്പോഴും ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കാര്യങ്ങളിലേക്ക് ഒരു ചായവുണ്ട് എന്നൊക്കെ തോന്നിയായിരുന്നോ? ലൈക്ക് ഒരു ടാസ്ക് വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് പൊതുവെ ഒരു വ്യക്തിനെ മാത്രം അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ അങ്ങനെ ഒരു ചായവ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അതിനകത്തുള്ള വീക്കെൻഡ് എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇങ്ങനെ പെർട്ടിക്കുലർലി കുറച്ച് ആൾക്കാരെ മാത്രം അഭിപ്രായങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് ആൾക്കാരെ മാത്രം 2 to 3 4 ആൾക്കാരെ മാത്രം റെഗുലർലി അത് ചോദിക്കുന്നതായിട്ട് തോന്നി. കാരണം ഇതിപ്പോൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം പലവട്ടം ഞാൻ റേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ഈ കൗണ്ടർ വരുമ്പോഴാണല്ലോ നമുക്ക് കൗണ്ടർ കൊടുക്കാം. പക്ഷേ പലവട്ടം എന്നെ എണ്ണിപ്പിച്ചിട്ടില്ല. അത് ഞാൻ കോൺസ്റ്റന്റ്ലി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് രജിസ്റ്റർ ആയത്. ശരിയാണല്ലോ, എന്നെ എന്താ എണ്ണിപ്പിക്കാത്ത, അല്ലെങ്കിൽ എന്നോട് എന്താ ചോദിക്കാത്ത. അപ്പം അത് എനിക്കൊരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എനിക്ക് കുറേ പോയിന്റ്സുകളും കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. കാരണം ഞാനും അവിടെ കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ. അപ്പോൾ എനിക്കും എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടും എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്കും ഉണ്ട് പറയാൻ. അപ്പൊ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, അവര് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർലി സെലക്റ്റീവ് കുറച്ച് പേരോട് മാത്രം ചോദിക്കുന്നുള്ളത്. പിന്നെ ഇവിടെ ഹൗസിനകത്തുള്ളപ്പം പുറത്തുനിന്ന് ഞാൻ കണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ചേച്ചിയുടെ ജിൻഡോ ചേട്ടന്റെയും ഒരു വീഡിയോ വൈറലായിട്ട്, പഴയ ഏതൊരു പ്രൊമോഷൻ വീഡിയോ തോന്നുന്നുണ്ട്, അത് കേറിയൊക്കെ വൈറലായത്. ആൾക്കാരൊക്കെ പറയുന്നത് ഇവര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണോ കേറിയത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ജിൻറ്റപ്പനെ എനിക്കറിയാം. എൻ്റെ വീട് ഇപ്പം വച്ചിരിക്കുന്ന അവിടെ നിന്ന് ജിൻറ്റപ്പൻ്റെ ജിം, അടുത്തുള്ള ജിം നോക്കിയപ്പം ജിൻറ്റപ്പൻ്റെ ജിം അവിടെ ഉണ്ട്. സോ അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതും. അത് ജിൻറ്റപ്പനായിരുന്നു സംസാരിക്കുന്നതും. കം ടു ജിം, നമുക്ക് നോക്കാം, ട്രെയിനിൻ്റെ കാര്യം ജോയിൻ ചെയ്യുന്ന രീതി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് റെഗുലർ ബേസിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അന്ന് ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കുമല്ലോ ഫ്ലെക്സിബിൾ ആണോ. ആൻഡ് ഹി ന്യൂ ദാറ്റ് ഞാൻ ഓൾറെഡി ചങ്ക്സും അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള അറിയായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, അപ്പോൾ നാളെ തൊട്ട് ജോയിൻ ചെയ്യുമല്ലോ അല്ലെ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജിൻഡോ ചേട്ടാ ഇങ്ങനെ ദൂരാണ്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല. അപ്പൊ ഈ അണ്ടർസ്റ്റുഡ് അയ്യോ അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യോ, ഒരു ബൈറ്റ് നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ രീതിയിൽ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. ഓക്കെ, ഞാൻ എന്തായാലും വന്നു.